എവരിവൺ. അപ്പൊ നമുക്ക് അടുത്ത ജൂൺ 14 ഓൺകോളജി ഇൻ അക്യുപഞ്ചറിന്റെ ക്ലാസ് വരികയാണ്. പല ആൾക്കാരും നമുക്കറിയാം ഇത്രയും കേസ് ഹിസ്റ്ററീസ് നമ്മളുടെ ഈ ഒരു ക്ലിനിക്കിലുണ്ട്. ഏകദേശം 1000 അബോ ക്യാൻസർ വന്ന രോഗികൾ മാത്രം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങളെല്ലാം പല അക്യുപഞ്ചറിസ്റ്റുമാരും എന്റെ സുഹൃത്തുക്കളും ഒക്കെ എന്റെ കൊളീഗ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്ര നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളത്. നമ്മളെല്ലാവർക്കും അറിയാം അക്യുപഞ്ചർ ക്യാൻസറിൽ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത്. നമുക്ക് അക്യുപഞ്ചറിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓൺകോളജി ഇൻ അക്യുപഞ്ചർ എന്ന് വെച്ചിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു അക്യുപഞ്ചർ ഓൺകോളജി ഇൻ അക്യുപഞ്ചറിൽ ഒരുപാട് സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാബേസ് ഉണ്ട്. അതായത് ബ്രസീലിയൻ മെഡിക്കൽ കോളേജ് ഓഫ് അക്യുപഞ്ചർ, അതായത് ബ്രസീലില്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ക്ലിനിക്കൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അതും ബ്രസീൽ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ചൈനീസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ബ്രസീലില്, ന്യൂറോ ഫങ്ഷണൽ അക്യുപഞ്ചർ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സ്റ്റഡീസ് ചൈനയിലും ബ്രസീലിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള അക്യുപഞ്ചർ റിസർച്ച് മെത്തഡോളജിയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് അക്യുപഞ്ചർ പോയിന്റ്, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറച്ച് അക്യുപഞ്ചർ പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഓൺകോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ വലിയ ബ്രസീൽ പോലെയുള്ള യൂണിവേഴ്സിറ്റിയിലും അമേരിക്കയിലും ഒക്കെ കണ്ടുപിടിച്ച് അവർക്ക് റിസൾട്ട് കിട്ടി, ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്ത് റിസൾട്ട് കിട്ടിയ പോയിന്റ്സിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അതും റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവർക്കും അറിയാം ഈ കീമോ മൂലമുള്ള സൈഡ് എഫക്റ്റുകളെ മാറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് നോസിയ, വോമിറ്റിങ്, അതുപോലെ തന്നെ നമുക്ക് ഈ നരമ്പുകൾ കോച്ചി പിടിക്കാം, മസിൽ കോച്ചി പിടിക്കാം. പിന്നെ സാധാരണ കണ്ടുവരുന്നതാണ് മരവിപ്പ്, കൈകാല് മരവിപ്പ്, പിന്നെ മൗത്ത് ഡ്രൈ ആവുക, പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവുക. അങ്ങനെ വരുന്ന കീമോ മൂലമുള്ള എല്ലാ സൈഡ് എഫക്ട്സുകളെയും മാറ്റാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഓൺകോളജി ഇൻ അക്യുപഞ്ചറിൽ സാധ്യമാകും. നീഡിൽ കൊടുക്കാനായിട്ട് റൈറ്റ്സ് ഉള്ളത് തീർച്ചയായിട്ടും ഒരു അക്യുപഞ്ചറിസ്റ്റിന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് പ്രഷർ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം ആർക്കെങ്കിലും ഇതിൽ ഉപകാരപ്രദമാവട്ടെ. നമ്മളുടെ ക്യാൻസർ മൂലം നമ്മുടെ സഹോദരന്മാരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് റെമഡീസും കുറച്ച് അക്യുപ്രഷർ പോയിന്റ്സും, റെമഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറോപ്പതി ഡോക്ടർ ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഡയറ്റ്, എന്തൊക്കെ ഫുഡ് കഴിക്കാം, എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല, അപ്പൊ കുറെ കൂടി പെയിനെ റിലീഫ് ചെയ്യാനായിട്ടും കുറച്ചുകൂടി സ്ട്രെങ്തൻ വരാനായിട്ടും എനർജി കിട്ടാനൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന് വേണ്ട കുറച്ച് മുദ്രകൾ എന്തൊക്കെയാണ്, കുറച്ച് യോഗ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള യോഗ സെക്ഷൻസ് കൂടി നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് മിസ് ചെയ്യാണ്ടിരിക്കുക. നമുക്കിതൊരു സർവീസ് മാത്രം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൂലം കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. തീർച്ചയായിട്ടും അവർക്ക് ഒരു ആശ്വാസകരമാവാനായിട്ട് നമ്മുടെ കരങ്ങൾ ഒരു നിമിത്തമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂൺ 14 ശനിയാഴ്ച. താങ്ക് യു സോ മച്ച്.